സാറേ ഞാൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ അപർണയുടെ ചർച്ചയുണ്ട് ഉച്ചയ്ക്ക് നടന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരാളെ അപർണ ഇന്ന് RSSകാരി ആക്കിയിട്ടുണ്ട്. നമ്മൾ നാസർ വൈസ് കൊടുത്തായി. അതിനകത്ത് ആ ചർച്ച കേട്ടാൽ അതിന്റെ 2 ഡോക്ടർമാരാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. അത് രണ്ടും മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്. ആ നാസർ കൂടെ കൊടുത്തായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പരാമർശവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് അപർണയോട് പറയാം, നിങ്ങൾ സംഘപരിവാരകാരി അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വളരെ മോശം. നേരിടാൻ കഴിവും മാർജവും ധൈര്യവുമുള്ള ഞങ്ങളുടെ ഏറ്റവും മുൻനിര മാധ്യമ പ്രവർത്തകയാണ് അപർണ കുറുപ്പ്. അത് ആരെങ്കിലും അങ്ങനെ 2 വാറോല പൊട്ടിച്ചാൽ അത് കണ്ട് അവർ ഭയന്നോടില്ല. 2 പതിറ്റാണ്ടിലേറെ പത്രപ്രവർത്തനത്തിന്റെ പാരമ്പര്യം അവർക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ തൊട്ട് ഈ രാജ്യത്തുള്ള എല്ലാവിധ ആളുകളുടെയും അവാർഡുകൾ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ കേരളം മാറ്റുന്ന 100 വനിതകളിൽ ഒരാളായി വരെ തെരഞ്ഞെടുക്കപ്പെട്ട അപർണ കുറുപ്പിനെ അങ്ങനെ ആരെങ്കിലും 2 പേർ അധിക്ഷേപിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ ഞങ്ങൾക്കും ഭയമില്ല, അപർണ കുറുപ്പിന് ഒട്ടും ഭയമില്ല. അത് പോട്ടെന്നേ, അതൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ബാലൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലൻ. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ബാലൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ സ്ത്രീകളൊന്നും ഒന്നും വിളിച്ചു കണ്ടില്ല, അപ്പൊ ഒന്ന് വിളിക്കാന്ന് കരുതി. ഞാനൊരു ജോയിന്റ് ഫാമിലിയിലൊക്കെ വളർന്നു വന്ന ഒരാളാണ്. കുറച്ചൊക്കെ അറിയാൻ പറ്റി. ഒരു കാര്യം പറ, പാലക്കാട് ഒരു നേരത്തെ ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കട്ട് തിന്നിട്ടുള്ള ഒരാളെ മധു അറിയാലോ, അടിച്ചു തിന്നു. അല്ല, നമുക്ക് അതിലേക്ക് സമയമില്ല. ഓക്കെ, ഉണ്ണികൃഷ്ണൻ പാലക്കാട്. ഇല്ല സമയമില്ല. പാലക്കാട് ഉണ്ണികൃഷ്ണൻ ഞാൻ മലപ്പുറത്ത് നിന്ന്. ഉണ്ണികൃഷ്ണൻ മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മലപ്പുറം നിലമ്പൂരാണ്. നിലമ്പൂർ. ഇത് എന്താന്ന് വെച്ചാലേ, ഇത് ഇവരിപ്പോഴും ഒരു പഴയ നൂറ്റാണ്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശുദ്ധമായ അവസ്ഥ, ഒരു മണ്ടത്തരാണ് ഇത്. വീട്ടിൽ പ്രസവം എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. ഇപ്പൊ ഇതിൽ നേരത്തെ ഏതൊരു മതപണ്ഡിതൻ പറഞ്ഞു ആന പ്രസവിക്കില്ലേ എന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം, ഈ ആനയ്ക്ക് നമ്മളതിനെക്കാട്ടും വലിയ പെനീസാണ്. അങ്ങനെ ആന സുന്നത്തല്യാണം കഴിക്കില്ലല്ലോ. അത്രയും മണ്ടത്തരമായ പ്രസ്താവനകളാണ് മതപണ്ഡിതന്മാർ ഇരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുക വെച്ചാല്, ഒരു 80 വയസ്സ് ആയ മതപണ്ഡിതന്മാരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്നതാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ആന്റണി വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആന്റണി, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചേർത്തല. ചേർത്തല. ശ്രീ ആന്റണിക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? ഈ പ്രശ്നം അവസാനിക്കില്ല. എന്നാൽ അന്ധവിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ് അവര് അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കണം. ഒരു നാഗണെങ്കിൽ അതിന്റെ പൾസ് നോക്കണം, അതിന്റെ പ്രഷർ നോക്കണം, അതിന്റെ ഷുഗർ നോക്കണം, ഇതൊക്കെ നോക്കണം. ഒരു പെൺകുട്ടി പ്രസവിക്കണം. ഇതിപ്പോ എന്താ വെച്ചാൽ ആ കുടുംബത്തിനെ അനാഥമാക്കിയതാണ് അവനൊരു ശിക്ഷ മേടിച്ചു കൊടുക്കണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ പ്രധാനമായും സ്ത്രീകൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് എനിക്കൊന്നും പലർക്കും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. സുനിൽ കുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം. ഓക്കെ, VC തോമസ് പറയുന്നു, കേരളം ഇത്രയും വളർന്നിട്ടും ഇത്രയും വികസനങ്ങൾ ഉണ്ടായിട്ടും ശാസ്ത്രബോധം മാത്രം ആളുകളിൽ വളരുന്നില്ല. ശാസ്ത്രബോധം വളർന്നാൽ ഇനി ഇങ്ങനെയുള്ള പ്രവർത്തികൾ നാട്ടിലില്ലാതാകൂ എന്ന് പറയുന്നു. അശോകൻ എവിടുന്നാണ് വിളിക്കുന്നത്? കൊല്ലം. ഹലോ സാറേ, എന്റെ പേര് അശോകൻ, കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്. സാറേ, ഞാൻ ഇവിടെ ഈ ഒരു നാട്ടിൻപുറത്തുള്ള ജീവിതമാണ്. എന്റെ അമ്മ 6 പ്രസവിച്ച് ഇത് 6 വീട്ടിലായിരുന്നു. അപ്പം എന്റെ ഒരു മരുമക്കള് അതിപ്പം ഈ 2 കുട്ടികൾ അത് 2-4 ആശുപത്രിയിലായിരുന്നു. പഴയ ജീവിത സാഹചര്യങ്ങളുടെ മാറ്റമുണ്ട്. അന്ന് വലിയ നല്ല അധ്വാനമുണ്ട്. അവൻ കിണറ്റിലെ വെള്ളം കോരുന്നു, മുറ്റമടിക്കുന്നു, അടുക്കള പണി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഇന്ന് വേറൊരു ജീവിത സാഹചര്യമാണ് മൊത്തമായി നിലനിൽക്കുന്നത്.